ഹായ് ഹലോ, ഇന്ന് നമുക്ക് ഇറച്ചിക്കറിയുടെ ടേസ്റ്റിൽ ഒരു കുമ്പളങ്ങ കറി വെച്ചാലോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് മീഡിയം സൈസിൽ കട്ട് ചെയ്ത കുമ്പളങ്ങ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി എന്നിവ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. അതവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്ക് നമുക്ക് ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഒരു 2 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് 2 ടീസ്പൂൺ തന്നെ മല്ലി, അതായത് പച്ചമല്ലി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ വറുത്തെടുക്കണം കേട്ടോ. മല്ലി നല്ല പോലെ ഒന്ന് വറുത്ത് വന്നാൽ അതിലേക്ക് ഒരു 3 ഉണക്കമുളക് ചേർത്ത് കൊടുക്കുക. 3ഓ 5ഓ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ വറുത്തെടുക്കുക. അതുപോലെ തന്നെ 4 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 4 മുഴുവൻ കുരുമുളകും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. തേങ്ങ ഈ ഒരു രീതിയിൽ വറുത്തെടുക്കുക. ഇനി നമുക്കത് അരച്ചെടുക്കാം. അതിനുശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് മാത്രം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നേരത്തെ തിരുമ്മി വെച്ച കുമ്പളങ്ങ ഉണ്ടല്ലോ, അത് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കുമ്പളങ്ങയിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണ വരെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കുമ്പളങ്ങ ഒന്ന് ഡ്രൈ ആവണ വരെ ഇതുപോലെ ഇളക്കി എടുക്കുക. അതിനുശേഷം ഒരു തക്കാളിയുടെ പകുതി ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുമ്പളങ്ങ വേവിക്കാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് കുമ്പളങ്ങ നല്ല പോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് നേരത്തെ അരച്ച് വെച്ച തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ, തേങ്ങയും മല്ലിയും ഉണക്കമുളകൊക്കെ ചേർത്തത്, ആ മിക്സ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ അരപ്പൊക്കെ ചേർത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിക്കുക. അതിനുശേഷം 2-3 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിൽ കടുക്, ഉണക്കമുളകും വേപ്പിലൊക്കെ ഇട്ടിട്ട് നമുക്ക് താളിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള കറി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനൊന്നും മറക്കരുത്. ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബായ്.